ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു അടിപൊളി സേമിയ പായസമാണ് കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് വീട്ടിലെ സദ്യയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് സേമിയ പായസം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 200 ഗ്രാം അളവിൽ സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പായസം തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ഏതാണോ പാൻ, അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ സമയത്ത് നമുക്ക് ചൗവരിയും കൂടി ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിലാണ് ഞാനിവിടെ ചൗവരി എടുത്തിട്ടുള്ളത്. അതും നമ്മൾക്ക് ഇതോടൊപ്പം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നെയ്യ് ചൂടായി വന്ന സമയത്ത് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 3 മിനിറ്റോളം തന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾക്കത് മാറ്റാവുന്നതാണ്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ സേമിയ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചൗവരി ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കുക്കായി വന്നോട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ സേമിയയും നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം തന്നെ മതി. ഇതിൽ കൂടുതൽ നമ്മൾക്ക് സേമിയ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറങ്ങ് ഒത്തിരി ഇരുണ്ടു പോകും. അതിനുശേഷം അതേ പാനിൽ തന്നെ ഞാനിവിടെ ഒരു 3/4 ലിറ്റർ അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുത്തു. നമ്മളെടുത്ത പാലിൻ്റെ അതേ അളവിൽ തന്നെയാണ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ തിളയ്ക്കുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് അടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചവ്വരിയും ആ ഒരു സമയം കൊണ്ട് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ചവ്വരിയും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പാല് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നീട് നമ്മൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സേമിയ എല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്ത് പായസം ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നിർത്താതെ ഇളക്കി കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ സേമിയ കട്ട പിടിക്കാനും അതുപോലെ തന്നെ പായസം അടുക്കി പിടിക്കാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഓരോ മിനിറ്റ് ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേ സമയം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചൗവരിയും കൂടി നമ്മൾക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മളുടെ പായസം നല്ല രീതിയിൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾക്ക് ലൂസാണെന്ന് തോന്നുമെങ്കിലും അല്പം കൂടി കഴിയുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ആ ഒരു പരുവത്തിന് നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഏലക്കയും കൂടിയാണ്. ഞാനിവിടെ ഒരു 6 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കിസ്മിസും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തു. അണ്ടിപ്പരിപ്പും അതേപോലെ കിസ്മിസും നമ്മൾക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളർ ആകുന്ന ആ ഒരു സമയം മാത്രം മതി. ജസ്റ്റ് ഒരു മിനിറ്റിൽ താഴെ തന്നെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ അണ്ടിപ്പരിപ്പെല്ലാം ആ ഒരു കളറ് മാറി ഒരു ബ്രൗണിഷ് കളറായി വരും. അതോടൊപ്പം തന്നെ നമുക്ക് കിസ്മിസും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കിസ്മിസ് എല്ലാം ഒന്ന് ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നില്ലേ, ആ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുവരെയും മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മധുരം ചേർത്ത് കൊടുക്കാത്തതിൻ്റെ കാരണം ഇവിടെ അച്ഛന് ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ മധുരം ആദ്യം ചേർത്തിട്ടില്ല. അപ്പോൾ അച്ഛനുള്ള പായസം എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ പിന്നീട് ഇതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പായസമൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇപ്പോൾ ഒത്തിരി മധുരത്തിൽ കഴിക്കുന്നവരും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മീഡിയം മധുരത്തിൽ കഴിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അച്ഛനുള്ള പായസമെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മളുടെ പായസം കറക്റ്റ് ആ ഒരു പരുവത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി ലൂസായി പോയിട്ടുമില്ല, എന്നാൽ ഒത്തിരി ടൈറ്റായിട്ടും പോയിട്ടില്ല. കറക്റ്റ് പരുവമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഓണസദ്യയിൽ എല്ലാവരും സേമിയ പായസം തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അതേപോലെ ആദ്യം പറഞ്ഞതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.